ഇല്ല സർ. ഓക്കെ. എന്തെങ്കിലും നോട്ട്സ് ഒക്കെ കൂടെ എഴുതിയെടുക്കാൻ കൂടി ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ക്ലാസ് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കണം. റെക്കോർഡിംഗ് ഒന്ന് സ്റ്റാർട്ട് ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ. സോ നമ്മൾ ഇന്ന് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ആണ് പഠിക്കുന്നത്. സോ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഒരു ടൈം സീരീസ് സ്റ്റേഷനറി ആണോ നോൺ സ്റ്റേഷനറി ആണോ എന്നുള്ള ടെസ്റ്റിന് ഇന്ന് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് റൂട്ട് ടെസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഒരു യൂണിറ്റ് റൂട്ട് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു യൂണിറ്റ് റൂട്ട് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത് YT is equal to rho YT minus 1 plus UT. See, this is an AR1 model. എന്തുകൊണ്ടാണ് ഇത് AR1 മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓട്ടോ റിഗ്രസീവ് 1 മോഡൽ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് YT is the variable and it is regressed on its own past value and just the immediate lag. We are considering just the immediate lag, T minus 1. That's why we call this an AR1 model, auto regressive 1 model. So 1 എന്ന് പറയുന്നത് ഇവിടുത്തെ P order എന്ന് പറയുന്നത്, the order Pth order എന്ന് പറയുന്നത് it is 1. We are just considering its own past value. So a unit root stochastic process ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ കോഎഫിഷ്യന്റ്, ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, there is no constant. There is no constant. ഇതിന്റെ അകത്ത് കോൺസ്റ്റന്റ് ഇല്ല. See, if rho is equal to 1, see, if this is the coefficient, അതായത് y-നെ നമ്മൾ YT minus 1 വെച്ച് റിഗ്രസ് ചെയ്യുമ്പോൾ y-നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ തന്നെ പാസ്റ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ റിഗ്രസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ GDP at current time, let's say 2021, that is the T, GDP T. If GDP T is regressed on its own past value, then we can say, if that lag is 1 year, then we can say lag is GDP T minus 1 എന്ന് പറയുന്നത്, it is the GDP value of 2020. So instead we can write like this. So GDP T, that is the GDP of 2021, is rho, that is the coefficient, slope coefficient of GDP T minus 1 plus UT. UT is a white noise random error. So this is the coefficient. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, 2021 GDP എന്ന് പറയുന്നത്, it is a part of, it is influenced by, ഇതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. It depends on a fraction point of GDP of 2020 plus a random shock. So rho എന്ന് പറയുന്നത് ഇത് എത്രത്തോളം GDP T minus 1 എത്രത്തോളം 2021 GDP-നെ സ്വാധീനിക്കുന്നു. ഇതാണ് സ്ലോപ്പ് കോഎഫിഷ്യന്റ്. നമ്മൾ യൂഷ്വലി നമ്മൾ റിഗ്രഷനിൽ പഠിച്ചിരിക്കുന്ന സ്ലോപ്പ് കോഎഫിഷ്യന്റിന്റെ ഇമ്പാക്റ്റ് ആണ് റോ കാണിക്കുന്നത്. സപ്പോസ് റോ ഈസ് ഈക്വൽ ടു 1, റോയിന്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. എന്താണ് ഞാൻ ഈ സീരീസിലേക്ക് തന്നെ വരികയാണ്, ഫസ്റ്റത്തെ ഈ മോഡലിലേക്ക് തന്നെ വരികയാണ്. Then it becomes, if rho is equal to 1, it becomes YT is equal to YT minus 1, because rho is equal to 1. The slope coefficient is exactly equal to 1.
plus ut. So this row can be, what is the range of row? Row can be in between +1 and -1. This will be the limits of the row value. So row slope coefficient in the limit +1 -1 in a table. So here we assume that it is 1. So which means that, see, ഈ മോഡൽ നമുക്ക് ഫെമിലിയർ ആണ്. ഈ മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ മോഡൽ നമ്മൾ തുടക്കം തന്നെ പഠിച്ചതാണ്, ഈ മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാൻഡം വാക്ക് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റന്റ് ടൈം ആണ് നമ്മളിവിടെ ഡ്രിഫ്റ്റ് ആയിട്ട് പറയുന്നത്. കോൺസ്റ്റന്റ് ടൈം. ഈ കോൺസ്റ്റന്റ് ടൈമിന്റെ സൈൻ ആണ് ആ ഡ്രിഫ്റ്റിനെ പോസിറ്റീവ് ആണോ ഡ്രിഫ്റ്റ് നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ബട്ട് ഇൻ ദിസ് കേസ് ദർ ഈസ് നോ ഡ്രിഫ്റ്റ്, സോ ഇറ്റ് ഈസ് എ റാൻഡം വാക്ക് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ്. സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റാൻഡം വാക്ക് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ്, ഈസ് ഇറ്റ് നോൺ സ്റ്റേഷനറി ഓർ സ്റ്റേഷനറി? Random walk model without drift, is it non-stationary or stationary? Anyone? നമ്മൾ 3 ടൈപ്പ് റാൻഡം വാക്ക് മോഡൽസ് ആണ് പഠിച്ചത്. വിത്തൗട്ട് ഡ്രിഫ്റ്റ്, വിത്ത് ഡ്രിഫ്റ്റ്, വിത്ത് ഡ്രിഫ്റ്റ് ട്രെൻഡ്. യെസ്. ഈ 3 മോഡൽസും സ്റ്റേഷനറി ആണോ നോൺ സ്റ്റേഷനറി ആണ്? നോൺ സ്റ്റേഷനറി ആണ്. ഈ 3 മോഡൽസും നോൺ സ്റ്റേഷനറി ആണ്. അതായത് നമ്മൾ ഒരു ടൈം സീരീസ് മോഡല്, റാൻഡം വാക്ക് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ് ആവാം, വിത്ത് ഡ്രിഫ്റ്റ് ആവാം, വിത്ത് ഡ്രിഫ്റ്റ് ആൻഡ് ട്രെൻഡ് ആവാം. അതായത് 3 രീതിയിലുള്ള നോൺ സ്റ്റേഷനറി നേച്ചർ കാണിക്കാം ഒരു സ്റ്റോക്കാസ്റ്റിക് സീരീസ് എന്ന ഒരു ടൈം സീരീസിന് 3 രീതിയിലുള്ള നോൺ സ്റ്റേഷനാരിറ്റി കാണിക്കാം. റാൻഡം വാക്ക് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ്, വിത്ത് ഡ്രിഫ്റ്റ് ആൻഡ് ട്രെൻഡ്. അപ്പൊ ഇത് നോൺ സ്റ്റേഷനറി ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇഫ് റോ ഈസ് ഈക്വൽ ടു 1, ഇഫ് ദാറ്റ് കോഎഫിഷ്യന്റ്, ഇഫ് യു റൈറ്റ് ദിസ് AR1 stochastic process, and if the rho is equal to 1, then we can say that YT is non-stationary. കാരണം ഇത് റാൻഡം വാക്ക് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ് ആയി. അതായത് if this, we can test that if rho is equal to 1. അപ്പൊ നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നമുക്കറിയാലോ, നമ്മൾ ടി ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് പോലെ. യൂഷ്വലി ഇവിടെ നമുക്ക് ടി ടെസ്റ്റ് പറ്റില്ല, വി വിൽ കം ടു ദാറ്റ്. ബട്ട് നമ്മൾ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സ്ലോപ്പ് കോഎഫിഷ്യന്റ് സിഗ്നിഫിക്കന്റ് ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. ആ നൾ ഹൈപ്പോത്തിസിസിൽ നമ്മൾ പറയും റോ ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ലോപ്പ് കോഎഫിഷ്യന്റിനെ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യും. നമ്മൾ ഇന്നൊരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് 2 tail ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ സെറ്റ് ചെയ്യും. Then if we reject null hypothesis, we say that slope coefficient is statistically significant. That is what we have done so far. ഇവിടുത്തെ null hypothesis ആയിട്ട് സെറ്റ് ചെയ്യുന്നത്, if rho is equal to 1, initially we said rho is equal to 1. An alternative hypothesis, rho is less than 1. Rho is less than 1. കാരണം റോയുടെ വാല്യൂസ് എന്ന് പറയുന്നത് in between -1 and +1. So it will be less than 1. So this is how we test whether YT is stationary or non-stationary. അതായത് നമ്മൾ ഈ റോ 1 ആണോ, റോ 1 ആണെങ്കിൽ then it becomes random walk model without drift. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ നമ്മുടെ ഇൻ പ്രാക്ടീസ് ഒരു മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. നമുക്ക് ആ മോഡിഫിക്കേഷൻ നമ്മൾ ഇപ്പോൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകും. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണ്, ഒന്ന്
YT is equal to നമ്മൾ ഒരു AR1 പ്രോസസ്സ് എഴുതുന്നു, ഓട്ടോ റിഗ്രസീവ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സ് എഴുതുന്നു. അതിൻ്റെ അതിൽ റോ ആണ് സ്ലോപ്പ് കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. ആ സ്ലോപ്പ് കോയിഫിഷ്യൻ്റ് 1 ആണോ, 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് 1 ആണ്. ആ 1 നമുക്ക് ഇവിടെ എഴുതേണ്ട കാര്യമില്ല. സോ ഇഫ് ഇറ്റ് ഈസ് 1 വിച്ച് മീൻസ് ദാറ്റ് ദിസ് ബിക്കംസ് എ റാൻഡം വാക്ക് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ്. അതായത് യൂണിറ്റ് റൂട്ട് ആണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതൊരു സ്റ്റോക്കാസ്റ്റിക്, ഇറ്റ് ഈസ് നോൺ സ്റ്റേഷനറി, അല്ലെങ്കിൽ അതിൽ യൂണിറ്റ് റൂട്ട് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ദർ ഈസ് യൂണിറ്റ് റൂട്ട്. യൂണിറ്റ് റൂട്ട് ഉണ്ടെന്ന് പറയുന്നത് നോൺ സ്റ്റേഷനറി ആണെന്നുള്ളതാണ്. നോൺ സ്റ്റേഷനറിയുടെ മറ്റൊരു ഒരു സിനനിമാണ് യൂണിറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് യൂണിറ്റ് റൂട്ട്. ദർ ഈസ് യൂണിറ്റ് റൂട്ട്. ഇതാണ് ഇവിടുത്തെ നൾ ഹൈപ്പോ. അതായത് മറ്റൊരു രീതി പറഞ്ഞാൽ നോൺ സ്റ്റേഷനറി. ഒന്നില്ലെങ്കിൽ അവിടെ യൂണിറ്റ് റൂട്ട് ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ ദർ ഇസ് നോൺ സ്റ്റേഷനറി. അപ്പൊ നമ്മൾ നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ, if we can reject this null hypothesis, then we can prove that this series or YT is stationary. If we fail to reject the null hypothesis, then that means rho is equal to 1. Then there is unit root, or otherwise we can say it is YT is non-stationary. So let's നമുക്ക് ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ നോക്കാം. യൂഷ്വലി നമ്മൾ ഈ 1 എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണ്, നമ്മൾ സ്ലോപ്പ് കോയിഫിഷ്യന്റിനെ 0 ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? 0 ആയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ വൺ തിയറിറ്റിക്കൽ മോഡിഫിക്കേഷൻ ഈസ് മെയ്ഡ് ഹിയർ in order to make null hypothesis null hypothesis equal to 0. Let's see what is done. നമ്മൾ ഈ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടുത്ത സോ നമ്മൾ എഴുതിയ എന്താണ്, YT is equal to rho YT minus 1 plus UT. So we are testing whether rho is equal to 1. Or we can do another thing. നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ റോ ഈസ് ഈക്വൽ ടു 1 പകരം നമുക്ക് വേറൊരു മോഡിഫിക്കേഷൻ നടത്താം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഡിഡക്ട് YT minus 1 from both sides. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വി സബ്ട്രാക്ട് YT minus 1 from both sides. From both sides. എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്? സി, നമ്മൾ YT minus YT minus 1, and it is called first differencing. Then we have rho YT minus 1, that is already there, minus YT minus 1 plus UT. നമ്മൾ എന്താ ചെയ്തത്, രണ്ട് സൈഡിൽ നിന്നും YT minus 1-നെ, അതായത് ലാഗ്ഡ് YT-യെ, ഫസ്റ്റ് പീരീഡ് ലാഗ്ഡ് YT-യെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും മൈനസ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. സോ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ YT minus 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെൽറ്റ YT. This is called the first difference. So we get delta YT. So delta YT is equal to, ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, റോ മൈനസ് 1 multiplied by, ഇവിടെ കോമൺ ആണ് YT minus 1,
So rho minus 1 multiplied by yt minus 1 plus ut. And ut is white noise, random error. See, നമ്മൾ ഈ ബ്രാക്കറ്റ് നമ്മൾ മാറ്റുകയാണെങ്കിൽ എന്താവും yt minus 1 multiplied by rho, that is equal to rho yt minus 1 minus yt minus 1 multiplied by 1, that is equal to yt minus 1 plus ut. So in effect, this can be rearranged into this formulation. നമ്മൾ ഈ ഒരു കാര്യത്തെ നമുക്ക് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം. ഇവിടെ സി ഇവിടെ റോ മൈനസ് 1 ആണ് ഇവിടുത്തെ സ്ലോപ്പ് കോഎഫിഷ്യന്റ്. ഇതിന് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും yt മൈനസ് 1 സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടി നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ we can write delta yt is equal to delta, this is also delta, a small letter, lowercase delta, delta yt minus 1 plus ut. Here the point to note is this lowercase delta is equal to rho minus 1. See, ഈ rho minus 1 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഡെൽറ്റ ചെയ്തിരിക്കുന്നത്. അതായത് ദിസ് ഈസ് വൺ ആൻഡ് ദ സെയിം. ഇത് ഈ ഒരു കാര്യം തന്നെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ മൈനസ് റോ മൈനസ് 1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ. സി, നമ്മളിവിടെ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കാണിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ ബോർഡിൽ നമ്മൾ കാണിച്ചത്, ഇഫ് റോ ഈസ് ഈക്വൽ ടു 1 ദർ ഈസ് യൂണിറ്റ് റൂട്ട്. Or unit root എന്ന് പറയുന്നത് എന്താണ്? It is non-stationary. If rho is equal to 1, if we can, that was our null hypothesis in our first case. ഇവിടെ റോ 1 ആയി കഴിഞ്ഞാൽ, അതായത് if rho is equal to 1, null hypothesis അങ്ങനെയായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. ആ null hypothesis നമ്മൾക്ക് if we fail to reject that, which means that is non-stationary. ഇവിടെ എന്തായി? ഇവിടെ നമ്മൾ മോഡിഫിക്കേഷൻ നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഡെൽറ്റ ഈസ് ഇക്വൽ ടു റോ മൈനസ് 1. അപ്പൊ ഇവിടെ റോ ഇവിടെ യൂണിറ്റ് റൂട്ട് ആണെങ്കിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ യൂണിറ്റ് റൂട്ട് ആണെങ്കിൽ ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? യൂണിറ്റ് റൂട്ട് ആണെങ്കിൽ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു 0. നമ്മളിവിടെ യൂണിറ്റ് റൂട്ടിൽ റോ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിന് ഇക്വലന്റ് ആണ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. എന്തുകൊണ്ട് ഇക്വലന്റ് ആണ്? ഇവിടെ റോ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇഫ് റോ ഈസ് ഈക്വൽ ടു 1, 1 minus 1. If rho is equal to 1, there is unit root. So if there is unit root, delta will be 1 minus 1, which is equal to 0. So നമുക്കിപ്പോൾ നമ്മൾ കൺവെൻഷനലി ചെയ്യുന്ന യൂണിറ്റ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിലേക്ക് നമ്മൾ എത്തി. കൺവെൻഷനലി ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ നമ്മൾ എന്താ ചെയ്യുക? സ്ലോപ്പ് കോഎഫിഷ്യന്റ് സിഗ്നിഫിക്കന്റ് ആണോ ഇല്ലയോ എന്നാണ് നമ്മൾ അതിന് നമ്മൾ നോക്കുന്നത്. We will test the hypothesis. ഇവിടുത്തെ null hypothesis എന്താണ്? What will be the null hypothesis here? Our null hypothesis, delta is equal to 0. Alternative hypothesis, delta is less than 1. Why it is less than 1? See, if rho is റോയുടെ റേഞ്ച് നമുക്കറിയാം 1-നും -1-നും ഇടയിലാണ്. 1 ആണെങ്കിൽ 0 ആണ്. 1-ൽ താഴെയാണെങ്കിൽ this will become negative. 0.8 minus 2 ആണെങ്കിൽ negative minus 0.2 എന്ന് വരും. So any value less than 1 here implies that delta is negative. So alternative hypothesis implies delta is less than 1, which means negative. സോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇഫ് വി ഇതിന്റെ അർത്ഥം എന്താണ്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
there is unit root. Unit root എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? Non-stationary. 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 So interestingly, we can check whether this delta is 0 or not, or 0 or negative. If it is negative, then we reject null hypothesis and we prove that it is stationary. So if we fail to reject the null hypothesis, which means that there is unit root or non-stationary. So individual slope കോഎഫിഷ്യന്റുകൾ നമ്മൾ യൂഷ്വലി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പോപ്പുലർലി, അതല്ലെങ്കിൽ നമ്മൾ മുൻ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ടി ടെസ്റ്റ് ആയിരുന്നു ഉപയോഗിച്ചത്, ടി ടെസ്റ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി കനോട്ട് യൂസ് ടി ടെസ്റ്റ് ഇൻ ഹിയർ. ഇനി എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര ലാർജ് സാമ്പിൾ ആണെങ്കിലും, അതിൻ്റെ അർത്ഥം എത്ര അസിംപ്റ്റോട്ടിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിലും, ഇറ്റ് ഡസ് നോട്ട് ഫോളോ ഇവിടെ ടി ഡിസ്ട്രിബ്യൂഷൻ, ടി വാല്യൂ എന്ന് പറയുന്നത്, ഇവിടെ ഇങ്ങനെ ടി വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ലോപ്പ് കോഎഫിഷ്യന്റ് ഡിവൈഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് എറർ. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെയാണ് യൂഷ്വലി നമുക്ക് അതിന്റെ ടി വാല്യൂ ഫൈൻഡ് ചെയ്യാം. ബട്ട് ദാറ്റ് ടി വാല്യൂ വിൽ നോട്ട് ഫോളോ ടി ഡിസ്ട്രിബ്യൂഷൻ. ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ടി ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടിയുടെ ക്രിട്ടിക്കൽ വാല്യൂസിന് വെച്ചിട്ട് ടി സ്റ്റാൻഡേർഡ് ടേബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് ഈ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യോ ഒരു ഡിസിഷൻ റൂളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ റൂളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കമ്പയർ ദാറ്റ് ടി വാല്യൂ വിത്ത് ദ ക്രിട്ടിക്കൽ ടി വാല്യൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹിയർ നമ്മൾ ഈ ഡെൽറ്റയെ അതിന്റെ തന്നെ ഈ കോഎഫിഷ്യന്റിനെ അതിന്റെ സ്റ്റാൻഡേർഡ് എറർ വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ടി വാല്യൂ അത് ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യില്ല. അവിടെയാണ് നമ്മൾ ഡിക്കി ഫുള്ളർ എന്ന് പറയുന്ന രണ്ട് എക്കണോമെട്രീഷ്യൻസ്, ഡിക്കി ആൻഡ് ഫുള്ളർ, അവര് ഒരു ഡിസ്ട്രിബ്യൂഷനുമായി കടന്നു. അതായത് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവരൊരു ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ടോ ഡിസ്ട്രിബ്യൂഷൻ. നോട്ട് ടി ഡിസ്ട്രിബ്യൂഷൻ, ടോ ഡിസ്ട്രിബ്യൂഷൻ. ടോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഈ ടോ വാല്യൂ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് സി ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് എറർ. അത് തന്നെയാണ് നമ്മൾ ടി വാല്യൂ എന്ന് പറയുന്നതിന് പകരം ടോ വാല്യൂ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് വിൽ ബി കമ്പയർഡ് വിത്ത് നോട്ട് ദ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ബട്ട് വിത്ത് അനദർ ടേബിൾ ദാറ്റ് ഈസ് ടോ ഡിസ്ട്രിബ്യൂഷൻ, which was developed by Dickey and Fuller. Dickey and Fuller. ഈ ഡിക്കി ആൻഡ് ഫുള്ളർ ഈ ടോ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അവര് പല മോണ്ടെ കാർലോ സിമുലേഷൻസിലൂടെ ഒരുപാട് മോണ്ടെ കാർലോ സിമുലേഷൻസ് നടത്തിയിട്ടാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തയ്യാറാക്കുന്നത്. ഒരുപാട് ഫിക്ഷ്യസ് ആയിട്ടുള്ള ഡാറ്റ എല്ലാം വെച്ച് അവർ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ അവർ ഡെവലപ്പ് ചെയ്തത്. സോ ഇനിഷ്യലി ദിസ് ടോ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട്, ഇതിന്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ, അതായത് ഈ നൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്രിട്ടിക്കൽ വാല്യൂസ് ഫൈൻഡ് ചെയ്തത് ഡിക്കി ഫുള്ളർ എന്ന് പറയുന്ന രണ്ട് എക്കണോമെട്രീഷ്യൻസ്മാരായതുകൊണ്ട് ദിസ് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ്. ദിസ് ഈസ് പോപ്പുലർലി നോൺ ആസ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ്. സോ പരീക്ഷയ്ക്ക് നമുക്ക് ഡിക്കി ഫുള്ളർ ടെസ്റ്റ് എന്ന് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് എന്ന് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ. നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ, ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്, ഒരു ഓഗ്മെന്റേഷൻ മാത്രമാണ്. വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ലേറ്റർ. ഓക്കെ, നമുക്ക് എന്താണ് ഒരു ഡിക്കി ഫുള്ളർ ക്രിട്ടിക്കൽ വാല്യൂസ് നോക്കാം. ഡിക്കി ഫുള്ളർ ക്രിട്ടിക്കൽ വാല്യൂസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സി
സെയിം ടേബിൾ തന്നെയാണ് ഓക്ക്മെന്റ് ഡിക്കി ഫുള്ളർ ടേബിളും ഒന്ന് തന്നെയാണ്. സോ ഇവിടെ 3 ടേബിളുകളുണ്ട്. ഇവിടെ n എന്ന് പറയുന്ന സാമ്പിൾ സൈസ് ആണ്, എന്ന് പറയുന്ന സാമ്പിൾ സൈസ്. ഇത് 3 മോഡൽസ് ആണുള്ളത്. വിത്തൗട്ട് കോൺസ്റ്റന്റ്, വിത്ത് കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ്. അങ്ങനെ 3 മോഡൽസ് ആണ് നമുക്ക്. നമ്മൾ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സ് 3 റാൻഡം, അത് നോൺ സ്റ്റേഷനറി റാൻഡം സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിന് 3 ഫോം ആവാം. വിത്തൗട്ട് കോൺസ്റ്റന്റ്, വിത്ത് കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 3 ഈ ക്രിട്ടിക്കൽ വാല്യൂസ്, ദീസ് ക്രിട്ടിക്കൽ വാല്യൂസ് ആർ ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം the T distribution table. So we cannot resort T distribution. Instead, we follow tau distribution, which was developed by Dickey and Fuller. അതിനു മുൻപ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റാൻഡം വാക്ക് നമ്മൾ ഏതാണ് നമ്മുടെ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്, റാൻഡം വാക്ക് പ്രോസസ് എങ്ങനെയാണ്? 3 ഫോമിലുണ്ട്. അതുകൊണ്ട് 3 ഫോമും നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ വൈറ്റി സ്റ്റേഷനറി ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോൺ സ്റ്റേഷനറി ആണോ ടെസ്റ്റ് ചെയ്യുന്നത്. വൈറ്റി സ്റ്റേഷനറി ആണോ നോൺ സ്റ്റേഷനറി ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റി റാൻഡം വാക്ക് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ് ആണെങ്കിൽ, റാൻഡം വാക്ക് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ടി നമ്മളിപ്പോ ചെയ്തതാണ്. ഡെൽറ്റ വൈ ടി ഈസിക്കൽ ടു, വിത്തൗട്ട് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഇല്ല. സോ നമ്മൾ എന്താ ചെയ്തത്, ഇത് ഡെൽറ്റ വൈ ടി ഈസിക്കൽ ടു ഡെൽറ്റ വൈ ടി മൈനസ് 1 പ്ലസ് യു ടി. ഇതാണ് ടെസ്റ്റ്. എന്നിട്ട് നമ്മൾ ഈ ഡെൽറ്റയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് 0 ആണ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ദിസ് വൈ ടി ഈസ്, ഇത് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ വൈ ടി എന്താന്ന് പറയാം, അതായത് 0 എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്നാണ് അർത്ഥം. ദർ ഈസ് യൂണിറ്റ് ട്രൂ. ദെൻ വി ക്യാൻ സേ ദിസ് ഈസ് നോൺ സ്റ്റേഷനറി. ഇഫ് ഡെൽറ്റ ഈസ് ലെസ് ദാൻ 1, if we reject the null hypothesis, then we can say yt is stationary. അടുത്തത് നമ്മൾ ytയുടെ ഫോം എന്താണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്, റാൻഡം വാക്ക് മോഡൽ വിത്ത് ഡ്രിഫ്റ്റ് ആണ്. വിത്ത് ഡ്രിഫ്റ്റ് ആണ് എങ്കിൽ നമ്മുടെ ടെസ്റ്റ് എങ്ങനെ മാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെസ്റ്റിൽ നമ്മൾ കോൺസ്റ്റന്റ് ടൈം കൂടി കൊണ്ടുവരും. അതായത് ഡെൽറ്റ വൈ ടി, ടെസ്റ്റിന് വ്യത്യാസമില്ല, ഡെൽറ്റ വൈ ടി, അതായത് നമ്മുടെ റാൻഡം വാക്ക്, നമ്മുടെ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിക്കി ഫുള്ളർ ടെസ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മൾ ഏതാണോ സീരീസ്, ഇപ്പൊ GDP ആണ് ഈ സീരീസ് എങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിനെ അതിന്റെ തന്നെ ലാഗ്ഡ് വാല്യൂവുമായി റിഗ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിന്റെ സ്ലോപ്പ് കോഎഫിഷ്യന്റ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്താ ചെയ്തത്, ഇപ്പൊ GDP ആണ് ഇതെങ്കിൽ, ഈ y വാല്യൂ എങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡിഫറൻസ് എടുത്തിട്ട് അതിനെ GDPയുടെ ലാഗ്ഡ് വാല്യൂ വെച്ച് നമ്മൾ റിഗ്രസ് ചെയ്തിട്ട് ആ ലാഗ്ഡ് വാല്യൂവിന്റെ കോഎഫിഷ്യന്റ്, സ്ലോപ്പ് കോഎഫിഷ്യന്റ് 0 ആണോ അല്ലയോ എന്ന് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് നമ്മൾ ടി ടെസ്റ്റ് നടത്താൻ പറ്റില്ല, അതിന് പകരമാണ് നമ്മൾ ടോ ടെസ്റ്റ് നടത്തുന്നത്, ടോ ടെസ്റ്റ്. സോ അതാണ് നമ്മുടെ ടെസ്റ്റ്. ഇനി നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, നമ്മൾ അത് 0 ആണ് എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് 0, then it means yt is not stationary. ഓക്കെ, ഇനി രണ്ടാമത്തെ മോഡൽ എന്താണ്, വിത്ത് ഡ്രിഫ്റ്റ് ആവാം. വിത്ത് ഡ്രിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടേക്ക് എന്തും കൂടി ആഡ് ചെയ്യുന്നു, നമ്മളൊരു β1, നമ്മുടെ കോൺസ്റ്റന്റ് ടൈം കൂടി നമ്മൾ
ആഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ലെറ്റ്സ് സേ ആൽഫ എന്നുള്ള ടൈം ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കട്ടെ. ബീറ്റ 1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെറ്റ്സ് സേ ആണ് ബീറ്റ. ഡസന്റ് മാറ്റർ നമ്മൾ ഏത് ടൈമാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൺവെൻഷൻ ആണ്. സോ ബീറ്റ 1 ഈസ് കോൺസ്റ്റന്റ് ഹിയർ വിത്ത്. അപ്പൊ നമ്മൾ അവിടെ കോൺസ്റ്റന്റ് കൂടി ഉപയോഗിച്ചു, വേറെ ഒന്നിനും മാറ്റമില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? ഡെൽറ്റ, വെദർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 ഓർ നോട്ട്. ദെൻ ഇനി വൈ ടി ഫോളോ ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഈസ് റാൻഡം വാക്ക് മോഡൽ വിത്ത് ഡ്രിഫ്റ്റ് ആൻഡ് ട്രെൻഡ് ആണെന്ന് വിചാരിക്കാം. വിത്ത് ഡ്രിഫ്റ്റ് ആൻഡ് ട്രെൻഡ് വാല്യൂയും കൂടി നമ്മൾ ആഡ് ചെയ്തു വിചാരിക്കാം. ട്രെൻഡ് വാല്യൂ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. വിത്ത് ഡ്രിഫ്റ്റ് ആൻഡ് ട്രെൻഡ് ടൈം ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതിയാൽ മതി. ഇപ്പോൾ 88 പീരീഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1 to 88 നമ്മൾ എഴുതുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഡെൽറ്റ വൈ ടി ഇവിടെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യാം? ഡെൽറ്റ വൈ ടി നമ്മൾ ഇതിനെ എങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ബീറ്റ 1 കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്യുന്നു, പ്ലസ് ബീറ്റ 2 ടി ട്രെൻഡ് നമ്മൾ ആഡ് ചെയ്യുന്നു, പിന്നെ എല്ലാം സെയിം തന്നെ. ഡെൽറ്റ വൈ ടി മൈനസ് 1 പ്ലസ് യു ടി. നമ്മൾ ഇവിടെ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. അതായത് ഈ ഡെൽറ്റ 0 ആണോ, ഈ ഡെൽറ്റ 0 ആണോ, ഈ ഡെൽറ്റ 0 ആണോ, ഇതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ്? delta is less than 0 or negative. It is negative. So നമുക്ക് ഈ ഇത്രയും ഞാൻ ടെസ്റ്റിങ്ങിലോട്ട് കടക്കുന്നില്ല. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഇതൊന്നും നമുക്കൊന്നും ചെയ്തു നോക്കാം, ഒരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം. സി നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ജി ഡി പി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം എടുത്ത ജി ഡി പി ആണ്. ഇതോടെ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. സി ജി ഡി പി ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ജി ഡി പി നമുക്കറിയാം 1970 ഫസ്റ്റ് ക്വാർട്ടർ തുടങ്ങിയിട്ട് 1991 ഫോർത്ത് ക്വാർട്ടർ വരെയാണ് പീരീഡ്. 88 പീരീഡ് ആണ് ഉള്ളത്. ഇങ്ങനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന യൂണിറ്റ് 2 ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഞാൻ വിത്തൗട്ട് റാൻഡം വാക്ക് മോഡൽ എല്ലാം നമുക്ക് ചെയ്തു നോക്കണം. ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാല്യൂസ് മൂന്ന് മോഡൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. 3 മോഡലും ടെസ്റ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ജി ഡി പിനെ നമ്മൾ എങ്ങനെയാണ് യൂണിറ്റ് 2 ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിക്കി ഫുള്ളർ ടെസ്റ്റ് ചെയ്യുക? അതിന്റെ ഫസ്റ്റ് ഡിഫറൻസ്, ഇത് സ്റ്റേഷനറി ആണെന്ന് അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിനെ ഫസ്റ്റ് ലാഗ്ഡ് വാല്യൂവുമായി എന്ത് ചെയ്യും? ഫസ്റ്റ് ലാഗ്ഡ് വാല്യൂവുമായി നമ്മൾ റിഗ്രസ് ചെയ്യും. അപ്പൊ ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഡിഫറൻസ് കാണുകയാണ്, ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഡിഫറൻസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ എനിക്കിവിടെ ഫസ്റ്റ് ഡിഫറൻസ് കിട്ടി. ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്, എങ്കിൽ ഞാൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. 1970 സെക്കൻഡ് ക്വാർട്ടർ മൈനസ് ഫസ്റ്റ് ക്വാർട്ടർ, അതായത് ടി മൈനസ് 1. ഇതാണ് ടി മൈനസ് 1 എന്ന് പറയുന്നത്. സെക്കൻഡ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. ഇത് 1970 സെക്കൻഡ് ക്വാർട്ടർ മൈനസ് ഫസ്റ്റ് ക്വാർട്ടർ. ദിസ് ഈസ് ദ ടി മൈനസ് 1. സോറി, 1970 ഫസ്റ്റ് ക്വാർട്ടർ ഈസ് ടി മൈനസ് 1 ഇൻ ദിസ് കേസ്. ഇവിടെയാണെങ്കിൽ 1970 തേർഡ് ക്വാർട്ടർ മൈനസ് 1970 സെക്കൻഡ് ക്വാർട്ടർ. ദിസ് ഈസ് ടി മൈനസ് 1, ദിസ് ഈസ് ടി മൈനസ് 1. അങ്ങനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഡിഫറൻസ് കാണുന്നത്. ഓക്കെ, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? സി നമ്മൾ റിഗ്രസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നു. നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻസ് ജി ഡി പി ആണ്. ഇനി ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? ഞാൻ കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നില്ല, കാരണം കോൺസ്റ്റന്റ് നമ്മുടെ ഫസ്റ്റ് മോഡലിൽ കോൺസ്റ്റന്റ് ഇല്ല. ഞാനത് കോൺസ്റ്റന്റ് മാറ്റി
അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ജി ഡി പിയുടെ ലാഗ്ഡ് വാല്യൂ വേണം. ജി ഡി പിയുടെ ലാഗ്ഡ് വാല്യൂ. സോ ഞാൻ ഇവിടെ നമുക്ക് ജി ഡി പിയുടെ ലാഗ് വാല്യൂ കിട്ടുന്നുണ്ട്. സോ ഞാൻ ജി ഡി പിന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിന് ഫസ്റ്റ് ലാഗ് ആണ് എനിക്ക് വേണ്ടത്. ജി ഡി പിയുടെ ഫസ്റ്റ് ലാഗ് ആണ് വേണ്ടത്. സോ ഐ എം റിഗ്രസിങ് ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് ജി ഡി പി വിത്ത് ദ ഫസ്റ്റ് ലാഗ് ഓഫ് ജി ഡി പി. സോ ഞാൻ ലാഗ് എടുത്തിട്ട് ഫസ്റ്റ് ലാഗ് ആക്കിയാണ്. സോ സി ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല. നമ്മുടെ ഫസ്റ്റ് മോഡലാണ് ഞാൻ ഈ ചെയ്യുന്നത്. അതെന്താണ് ഫസ്റ്റ് മോഡൽ? എന്താണ്? ഡെൽറ്റ വൈ ടി. നമ്മുടെ ജി ഡി പിയുടെ ഫസ്റ്റ് ഡിഫറൻസ് എടുത്തിട്ട് അതിനെ ഫസ്റ്റ് ലാഗ് വെച്ചിട്ട് റിഗ്രസ് ചെയ്യണം. ഡിപെൻഡന്റ് വേരിയബിൾ ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് ജി ഡി പി, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ജി ഡി പിയുടെ ഫസ്റ്റ് ലാഗ്. ഇത്രയേ ഉള്ളൂ ഡിക്കി ഫുള്ളർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനത് റിഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും നോക്കാം. സി ഇവിടെ കോഎഫിഷ്യന്റ് മാത്രമേ ഉള്ളൂ, -0.00057. ഇതാണ് സ്റ്റാൻഡേർഡ് എറർ. സോ കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ഈസ് ടി റേഷ്യോ, ബട്ട് വി കനോട്ട് ഫോളോ ടി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതിന് നമ്മൾ എന്താ പറയുക, ഇത് നമ്മൾ ടി റേഷ്യോ എന്ന് പറയാം, ഇതിന് പകരം നമ്മൾ ടോ റേഷ്യോ എന്നാണ് വിളിക്കുക. ടോ റേഷ്യോ ദാറ്റ് ഈസ് 5.79. അത് അങ്ങനെയല്ലേ ടി റേഷ്യോ. പക്ഷെ നമുക്ക് ഈ പി വാല്യൂ ഫോളോ ചെയ്യാൻ പറ്റില്ല. വി വിൽ ഫോളോ tau distribution. So we have to compare with the tau distribution table. We will do that. പക്ഷെ നമുക്ക് ഇത് ആദ്യം തന്നെ ശരിയാണോ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് യെസ് 0.00576. സോഫ്റ്റ്വെയറിന്റെ വ്യത്യാസങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ബട്ട് ഹിയർ 0.000576538. സ്റ്റാൻഡേർഡ് അതിന്റെ ടി ഡിസ്ട്രിബ്യൂഷൻ, ടോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5.798. എങ്ങനെ കിട്ടി 5.798? വി ഡിവൈഡഡ് ദ കോഎഫിഷ്യന്റ് ബൈ സ്റ്റാൻഡേർഡ് എറർ, സോ വി ഗോട്ട് 5.798. We are not looking at the p-value here for the sake of current analysis. We are looking for the critical value, okay, whether it is 0 or not. Okay. ഇനി വിത്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും മോഡൽ എന്ന് പറയുന്നത്? വിത്ത് കോൺസ്റ്റന്റ് എങ്ങനെയാണ് മോഡൽ നോക്കാം. മോഡൽ എടുക്കുന്നു. ഇതാണ് നമ്മുടെ ഡിപെൻഡന്റ് ഫസ്റ്റ് ഡിഫറൻസ് ആണ്. ഇവിടെ നമ്മൾ സെക്കൻഡ് മോഡൽ എന്താ ചെയ്താൽ മതി, നമ്മളൊരു കോൺസ്റ്റന്റ് കൂടി ആഡ് ചെയ്താൽ മതി. സോ കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് മോഡൽ കിട്ടും 28.2054. 28.2054 that is our constant time, and minus 0.00136. minus 0.00136. ഇനി എന്താണ് ഇതിന്റെ ടോ വാല്യൂ എന്ന് പറയുന്നത്? -0.c. കോഎഫിഷ്യന്റിന്റെ ഇതാണ് ജി ഡി പി -1ന്റെ അല്ലെങ്കിൽ ഇതാണ് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് ഡെൽറ്റ. This is delta. Delta divided by its standard error is equal to tau value. Okay. Now ട്രെൻഡും കൂടി നമുക്ക് ആഡ് ചെയ്യണം. മൂന്നാമത്തെ മോഡൽ കിട്ടാനായിട്ട് നമുക്ക് ട്രെൻഡും കൂടി ആഡ് ചെയ്യണം. ട്രെൻഡ് ആഡ് ചെയ്തതിന് മുമ്പ് നമുക്ക് ട്രെൻഡ് വേരിയബിൾ നമുക്കില്ല. അപ്പൊ ഞാൻ ആഡ് ട്രെൻഡ് കൊടുക്കുകയാണ്. ഇവിടെ ട്രെൻഡ് ടൈം ട്രെൻഡ് കൂടി ആഡ് ചെയ്യണം. ടൈം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സി നമുക്ക് 88 സീരീസ് ആണുള്ളത്. ഞാൻ ആ ഓർഡറിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ 1 to 88 എന്ന് കാണിക്കുന്നതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ട്രെൻഡ്. സോ ഞാൻ മോഡലിലേക്ക് അടുത്ത മോഡലും കൂടി ആഡ് ചെയ്യണം. എന്താണ്? ഈ മോഡലിലേക്ക് ഞാൻ ടൈം ട്രെൻഡും കൂടി ആഡ് ചെയ്യുന്നു. ടൈം ട്രെൻഡ്. അപ്പൊ മൂന്നാമത്തെ ഫോമായി നമുക്ക്. സോ സി ഇവിടെ 188.90 188 ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇവിടെ 188.90 ആണ്. ഇവിടെ നമുക്ക് ചെയ്തിരിക്കുന്ന 190 ആണ്. സോഫ്റ്റ്വെയർ പാക്കേജ് അനുസരിച്ച് വാല്യൂസിൽ വ്യത്യാസം ഉണ്ടാവും. ദിസ് ഈസ് ദ ടൈം കോഎഫിഷ്യന്റ് ഓഫ് ടൈം 1.477. So here it is 1.477, and GDP -1, that is the dou, the delta, that is -0.06. So here -0.06. So നമ്മൾ ചെയ്ത് നോക്കി. ഇതിൽ ഒരു കാര്യം നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് whether delta is negative or not. See, ഇവിടെ നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്ലോപ്പ് കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ നമുക്ക് അറ്റ് ദ from the outset itself we can reject. GDP does not follow this. GDP follow ചെയ്യുന്നത് ഈ ഒരു റാൻഡം മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ് അല്ല, കാരണം ഇതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല. സോ വിൽ ബി കൺസിഡറിങ് ദീസ് ടു വേർ ഹിയർ ദിസ് ഇസ് നെഗറ്റീവ്, ഹിയർ ദിസ് ഈസ് ഓൾസോ നെഗറ്റീവ്. ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന
ഇതാണ് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കോയിഫിഷ്യന്റ്. പിന്നെ ഇവിടെ നമ്മൾ ഇതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇത് 0 ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് യൂണിറ്റ് റൂട്ട് ഉണ്ട്. ദർ ഇസ് യൂണിറ്റ് റൂട്ട്. അത് ഈ ജി ഡി പി എന്ന് പറയുന്നത് നോൺ സ്റ്റേഷനറി ആണ്. ഇനി ഇത് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ജി ഡി പി എന്ന് പറയുന്നത് നോൺ സ്റ്റേഷനറി ആണ്, യൂണിറ്റ് റൂട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ വാല്യൂ, ഇസ് ഇറ്റ് സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ് ഫ്രം 0? ഇസ് ഇറ്റ് സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ് ഫ്രം 0? 0യിൽ നിന്ന് സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ് ആണോ? അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ദിസ് ടോ ഡിസ്ട്രിബ്യൂഷൻ, അതായത് -0.219, ഇതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ, ടോ ഡിസ്ട്രിബ്യൂഷൻ. ദിസ് ഈസ് ദ കാൽക്കുലേറ്റഡ് ടോ വാല്യൂ ആൻഡ് ദിസ് ഈസ് ഹിയർ ദ കാൽക്കുലേറ്റഡ് ടോ വാല്യൂ. അപ്പൊ രണ്ട് കാൽക്കുലേറ്റഡ് ടോ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഇതിനെ അതിന്റെ സ്റ്റാൻഡേർഡ് എറർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് calculated tau. We will compare this tau value with the tau distribution table in order to reject or not reject the null hypothesis. We will do that in the next class. So right now I'm going to stop the recording.